നമസ്കാരം. പ്രധാന വാർത്തകൾ. ഗുജറാത്തിൽ ബൂത്ത് കയറി കള്ളവോട്ട് ചെയ്ത സംഭവം റീപോളിംഗ് പ്രഖ്യാപിച്ച് കമ്മീഷൻ. ഗുജറാത്തിൽ പോളിംഗ് ബൂത്ത് കയ്യേറുകയും കള്ളവോട്ട് ചെയ്യുകയും ചെയ്ത സംഭവത്തിന് പിന്നാലെ റീപോളിംഗ് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ദാഹോദ് മണ്ഡലത്തിലെ 220 ബൂത്തിൽ മെയ് 11 റീപോളിംഗ് നടക്കും. അതേസമയം ബൂത്ത് കയ്യേറിയതിനും കള്ളവോട്ട് ചെയ്തതിനും BJP സ്ഥാനാർത്ഥിയുടെ മകനെ അറസ്റ്റ് ചെയ്തു. മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MPയുമായ ജസ്വന്ത് സിംഗ് ഭാബോറിന്റെ മകൻ വിജയ് ഭാബോറാണ് അറസ്റ്റിലായത്. മെയ് 7 ദാഹോദ് മണ്ഡലത്തിലെ 220 നമ്പർ ബൂത്തിൽ ഇയാളും അനുയായികളും അതിക്രമിച്ചു കയറി കള്ളവോട്ട് ചെയ്തത്. സംഭവം വിവാദമായതോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. നാളെ മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തും. കടുത്ത നിലപാടുമായി ഗതാഗത മന്ത്രി. ഡ്രൈവിംഗ് സ്കൂൾ സമരം മറികടന്ന് ടെസ്റ്റ് പരിഷ്കാരം നടപ്പിലാക്കാൻ ഉറച്ച് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. നാളെ മുതൽ ടെസ്റ്റ് മുടങ്ങാതെ നടത്തണമെന്ന് മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകി. ഇതിന് പിന്നാലെ സ്ലോട്ട് ലഭിച്ചവർ കൃത്യമായി ഹാജരാകണമെന്ന് ഗതാഗത മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. തീയതി ലഭിച്ച ഉദ്യോഗാർത്ഥികൾ സ്വന്തം നിലയ്ക്ക് വാഹനവുമായി എത്താനാണ് നിർദ്ദേശം. ഡ്രൈവിംഗ് സ്കൂളുകാരുടെ വാഹനമില്ലെങ്കിൽ വാടകയ്ക്കെടുക്കാനും ശ്രമമുണ്ട്. പരിഷ്കരിച്ച സർക്കുലർ പ്രകാരം പരമാവധി 40 പേരെ മാത്രം പങ്കെടുപ്പിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനാണ് ഉദ്യോഗസ്ഥർക്ക് സർക്കാർ തലത്തിൽ നിന്ന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ആദ്യം റോഡ് ടെസ്റ്റ്, പിന്നീട് ഗ്രൗണ്ട് ടെസ്റ്റ് എന്ന രീതി തുടരണമെന്നും പുതിയ ട്രാക്ക് തയ്യാറാവുന്നതുവരെ H ട്രാക്കിൽ ടെസ്റ്റ് നടത്തി ലൈസൻസ് അനുവദിക്കണമെന്നുമാണ് നിർദ്ദേശം. പാലക്കാട് വാളയാർ ഡാമിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥിയെ കാണാതായി. മണ്ണാർക്കാട് സ്വദേശി 18-കാരൻ ഡാനിഷ് അലിയാണ് കാണാതായത്. ഇന്ന് വൈകിട്ട് 6 മണിയോടെയാണ് ഡാനിഷ് ഡാമിൽ കുളിക്കാനിറങ്ങിയത്. വിവരമറിഞ്ഞ് കഞ്ചിക്കോട് അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. കോയമ്പത്തൂരിൽ BTech വിദ്യാർത്ഥിയാണ് ഡാനിഷ്. +2 പരീക്ഷയിൽ തോറ്റു. 17-കാരി കിടപ്പുമുറിയിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ. +2 പരീക്ഷയിൽ പരാജയപ്പെട്ടതിലുള്ള മാനസിക വിഷമത്തെ തുടർന്ന് 17-കാരി ജീവനൊടുക്കി. മൂടാടി കളരിവളപ്പിൽ ദിൽന ഫാത്തിമയാണ് കിടപ്പുമുറിയിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദിൽന കാപ്പാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷം +2 പരീക്ഷ എഴുതിയിരുന്നു. എന്നാൽ പരീക്ഷയിൽ ദിൽന പരാജയപ്പെട്ടിരുന്നു. ഇതിലുള്ള മാനസിക വിഷമമാണ് മരണത്തിന് കാരണമെന്നാണ് നിഗമനം. ആരിഫ് മുഹമ്മദ് ഖാൻ അയോധ്യയിൽ. രാംലല്ലയെ കണ്ടു വണങ്ങി. അയോധ്യ രാമക്ഷേത്രത്തിൽ ദർശനം നടത്തി കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ദർശനം നടത്തുന്ന വീഡിയോ അദ്ദേഹം തന്റെ X അക്കൗണ്ടിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തു. പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് ഗവർണർ അയോധ്യയിലെത്തുന്നത്. ശാന്തി നൽകുന്നിടത്തെത്താൻ സാധിച്ചതിൽ സന്തോഷമെന്നാണ് രാമക്ഷേത്ര ദർശനത്തിന് ശേഷം ഗവർണർ മാധ്യമങ്ങളോട് പറഞ്ഞത്. അയോധ്യയുടെ അയൽക്കാരനാണ് താനെന്നും ഗവർണർ പറഞ്ഞു.